പാലക്കാട് ധോണിയിലെ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി കോഴിയെ പിടികൂടി. മായാപുരം സ്വദേശി ജയശ്രീയുടെ വീടിന് സമീപമെത്തിയ പുലി കോഴിയെ പിടികൂടി കടന്നു. ഒരാഴ്ചയിലേറെയായി കാട്ടാനക്കൂട്ടം ധോണിയിൽ നാശം വിതയ്ക്കുന്നതിന് പിന്നാലെയാണ് പുലിയുടെയും സാന്നിധ്യം. ഇന്നലെ രാത്രി 12:30യോടുകൂടി നമ്മുടെ വീടിനോട് ചേർന്ന കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടയിടുന്ന നല്ലൊരു കോഴിയെ കോഴിക്കൂടിൻ്റെ വല പൊളിച്ച് വലിയൊരു പുലി എടുത്തുകൊണ്ട് പോകുന്ന CCTV ദൃശ്യം വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ വനം വകുപ്പ്, പഞ്ചായത്ത് എല്ലാവരും ശ്രദ്ധിച്ച് ഞങ്ങളുടെ ഇതിനു മുമ്പ് PT7 അതുപോലെ ആന വന്ന് 27 തെങ്ങ് തട്ടിയിട്ടിട്ടുണ്ട്, വീടിൻ്റെ മതിൽ തട്ടിയിട്ടിട്ടുണ്ട്. കൂടാതെയാണ് ഇപ്പോൾ പുലിയും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ കാട് വെട്ടിക്കുന്നില്ല, പിന്നെ മുളങ്കൂട്ടങ്ങൾ വളരുന്നുണ്ട്. അപ്പോൾ ചുറ്റുവട്ടമുള്ളവർ കാട് വെട്ടിക്കുന്നതിൽ പഞ്ചായത്ത് വകുപ്പ് ശ്രദ്ധിക്കണം. വൈദ്യുതി നിരക്ക് വർധനവിൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. KSEB കമ്പനിയാക്കിയ ശേഷം ദൈനംദിന ഇടപെടലുകൾക്ക് സർക്കാരിന് പരിമിതിയുണ്ടെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. KSEB സ്വകാര്യവൽക്കരിക്കുമെന്ന പ്രചരണം തെറ്റാണ്. സ്വകാര്യവൽക്കരണം സർക്കാരിന്റെ ലക്ഷ്യമല്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ നയമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ നയമല്ലേ സ്വകാര്യവൽക്കരിക്കണം. ഈ പുതിയ നിയമം വന്നാൽ ഉത്പാദനവും വിതരണവും കൂടി പോകാൻ പോവുകയാണ്. പുതിയ നിയമം പാസ്സായി വന്നാൽ അതിപ്പോൾ എല്ലാവരും കൂടി തടഞ്ഞ ഒരു ചെറിയ ബഹളത്തിൽ നിൽക്കുകയാണ്. പക്ഷെ അത് വരുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ വന്നാൽ അതിന് സ്വകാര്യവൽക്കരണത്തിൽ തന്നെയാണ് അവർ പോകുന്നത്. അത് നമുക്ക് എത്രത്തോളം തടയിടാൻ കേരളം മാത്രമാണ് അങ്ങനെ ഒരു തടയിടൽ നടത്തിയിരിക്കുന്നത്. നമ്മൾ സംയുക്ത പ്രോജക്റ്റ് പോലും എടുക്കുന്നില്ല, നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുറേ പ്രോജക്റ്റുകൾ ഇപ്പോൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഹൈഡ്രോ പ്രോജക്റ്റുകൾ തന്നെ 3000 TMC വെള്ളമുണ്ടെങ്കിലും 300 TMC നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം തന്നെ 5 പ്രോജക്റ്റുകൾ 15 കൊല്ലം 20 കൊല്ലം ഏതാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം വളരെ തീവ്രമായി നിന്നുകൊണ്ട് ഇപ്പോൾ 2 പ്രോജക്റ്റ് പൂർത്തിയാക്കി, ഇനി 2 അങ്ങനെ 200 മെഗാവാട്ട് വരും. വന്നാൽ അത് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കില്ല. അതിൽ കുറച്ച് നിങ്ങളെയും എനിക്ക് കുറ്റം പറയണം. എന്താ വെച്ചാൽ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഒരാൾ ബാഗ് കൊണ്ട് നിങ്ങളുടെ ഓഫീസിൽ വരും. ഓഫീസിൽ വന്ന് മൃഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളതെടുത്ത് ആ പ്രോജക്റ്റ് അവിടെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചെന്നിത്തല നമുക്ക് വേണമെങ്കിൽ അദ്ദേഹമായിട്ട് നേരിട്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. എവിടെയാണ് ഞങ്ങൾ ചെയ്തത്? നമുക്കിതിലൊന്നുമില്ല. അധിക വൈദ്യുതി വാങ്ങുന്നതിൽ അദാനിയുമായുള്ളത് 2 ഹ്രസ്വ കരാറുകൾ. നിരക്ക് വർധനവിൽ പ്രതിപക്ഷവുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിന്റെ കാരണം അറിയില്ലെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ പരിശീലനത്തിനും വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. പുതിയ കാലത്തിന് അനുസൃതമായുള്ള തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ പരിശീലനത്തിനും വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. നൈപുണ്യ വികസനത്തിലൂടെ മാത്രമേ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനാവുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. കേരള സർക്കാർ വ്യാവസായിക വകുപ്പിന് കീഴിൽ പുതുതായി ആരംഭിച്ച നാഗലശ്ശേരി ഗവൺമെന്റ് ITI ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ITIക്ക് അനുവദിച്ചിട്ടുള്ളത് ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിങ്. ഇതിൽ 2 കോഴ്സ് ഇപ്പോൾ ആരംഭിക്കും, ITയും ഡ്രാഫ്റ്റ്മാൻ സിവിലും. ഈ 2 ഇപ്പോൾ ആരംഭിക്കും, ബാക്കി തൊട്ട് പിന്നാലെ ആരംഭിക്കും. അപ്പോൾ അങ്ങനെയാണ് 4 കോഴ്സുകളിൽ 3 ആധുനികമായിട്ടുള്ള കോഴ്സുകളാണ്. പുതിയ കാലത്തിൻ്റെ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ പരിശീലനത്തിനും വലിയ പ്രാധാന്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നൈപുണ്യം വികസനത്തിലൂടെ മാത്രമേ പുതിയ തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയൂ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, K മുഹമ്മദ്, T സുഹറ, P ബാലൻ, വിജേഷ് കുട്ടൻ, PK ജയ, വ്യവസായ വികസന വകുപ്പ് കണ്ണൂർ മേഖല ജോയിന്റ് ഡയറക്ടർ P വാസുദേവൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിംഗ് എന്നീ 4 കോഴ്സുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഡ്രാഫ്റ്റ്മാൻ സിവിൽസും ഇൻഫർമേഷൻ ടെക്നോളജി
ടെക്നോളജിയും തുടക്കത്തിൽ ആരംഭിക്കും. ഓരോ കോഴ്സിലും 24 കുട്ടികൾ വീതം 48 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകുന്നത്. നാഗലശ്ശേരി ITI യാഥാർത്ഥ്യമാകുന്നതിന് 2024-25 ബജറ്റിൽ അംഗീകാരം നൽകിയിരുന്നു. ജനങ്ങളും ജീവനക്കാരുമല്ല വ്യവസായ ശക്തികളാണ് കേരള സർക്കാരിന്റെ നയ തീരുമാനത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. രാജ്യത്തിന്റെ സമ്പത്ത് അദാനിമാർക്കും അംബാനിമാർക്കും നൽകുന്ന മാതൃകയാണ് കേരള സർക്കാരും പിന്തുടരുന്നതെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് ലീഗ് അനുകൂല സർവീസ് സംഘടനാ കൂട്ടായ്മ SCTCOയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മരക്കാർ മാരായമംഗലം. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി നിവേദനം കൊടുത്തു എന്ന് പറഞ്ഞു, ധനമന്ത്രി നിവേദനം കൊടുത്തു എന്ന് പറഞ്ഞു. അവസാനം ഇപ്പോ വയനാട്ടിൽ നിന്ന് വിജയിച്ച പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ MP-മാർ അമിത്ഷായെ പോയി കണ്ടു. അതിന്റെ മറുപടി ഇന്നലെ പുറത്തു വന്നു. സഹായം കൊടുക്കാൻ കഴിയാത്തത് കണക്ക് തരാൻ കഴിയാത്തതിന്റെ പേരിലാണ് എന്ന കൃത്യമായ മറുപടിയാണ് ഒരു MP-ക്ക്, ഒരു AICC ജനറൽ സെക്രട്ടറിക്ക് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ആ ഉരുൾപൊട്ടലുണ്ടായി ഒരു പ്രദേശം മുഴുക്ക പോയി. അവിടെ എല്ലാം കേരളം ഭരിക്കുന്നവരൊന്നും ചെയ്യണ്ട, കേന്ദ്രം ഭരിക്കുന്നവരും ഒന്നും ചെയ്യണ്ട. കേരളത്തിന്റെ സമ്പത്ത് എങ്ങനെ കൊള്ളയടിക്കുന്നുവെന്നറിയാൻ സർക്കാരും ടീകോമും തമ്മിലുള്ള കരാർ നോക്കിയാൽ മതി. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ജനഹിത നിബന്ധനകൾ ഒഴിവാക്കിയത് കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. ഗൾഫും കേരളവും തമ്മിലുള്ള ബന്ധം ഉലയാതിരിക്കാനാണ് ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതെന്ന വാദം കൊള്ളയ്ക്ക് കളമൊരുക്കാനാണ്. ദുബായിൽ ബിസിനസ്സുള്ള പിണറായിയുടെ മകന്റെയും മകന്റെ ഭാര്യാപിതാവിന്റെയും കച്ചവട താൽപര്യം സംരക്ഷിക്കാനാണ് സർക്കാർ നീക്കം. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും കേന്ദ്ര സർക്കാർ വിഹിതം നൽകണമെന്ന ഇടത് സംഘടനകളുടെ ആവശ്യം എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. കേരള സർക്കാരിനെ ന്യായീകരിക്കാൻ നടത്തുന്ന ഇടതു സംഘടനകളുടെ ശ്രമം സ്വയം അപഹാസ്യരാവലാണ്. ജനക്ഷേമ പദ്ധതികൾ എന്ന പേരിൽ സർക്കാർ നടപ്പിലാക്കുന്നതൊന്നും സുതാര്യമായല്ല. പ്രളയവും കോവിഡും ഇപ്പോൾ വയനാടും നോക്കിയാൽ ഇത് തിരിച്ചറിയാമെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. ശമ്പളം, ക്ഷമാശ്വാസം, ലീവ് സറണ്ടർ, കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകത പരിശോധിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു SCTCO സമരം നടത്തിയത്. KSTU, KATF, SCU, CKCT, KHSTU തുടങ്ങിയ സംഘടനകൾ സമരത്തിൽ പങ്കെടുത്തു. ചെയർമാൻ കാസിം കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, സംഘടനാ ഭാരവാഹികളായ സിദ്ദിഖ് പാറക്കോട്, അബ്ദുൾ ബഷീർ, CP മൊയ്തീൻ നാസർ തേളത്ത്, അനിസുദ്ദീൻ, സൈനുൽ ആബിദ് എന്നിവർ സംസാരിച്ചു. സാങ്കേതിക വിദ്യകൾ എങ്ങനെ രാജ്യവികസനത്തിനും ജീവിത വിജയത്തിനും ഉപയോഗപ്പെടുത്തുന്നു എന്നറിയാൻ ലോകരാജ്യങ്ങളെ വീക്ഷിക്കണമെന്ന് പാലക്കാട് IIT ഡയറക്ടർ ഡോക്ടർ ശേഷാദ്രി ശേഖർ. ന്യൂനത ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ തുടക്കത്തിലെ തള്ളിപ്പറയുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന മനോഭാവത്തിന് മാറ്റം വരണമെന്നും ശേഷാദ്രി ശേഖർ പറഞ്ഞു. AI കമ്മ്യൂണിറ്റി ക്ലബ് ഓഫ് പാലക്കാടിന്റെ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശേഷാദ്രി. What exactly AI is? Human being always takes the data from their past experience. Yeah, I went that side today, I found there is a traffic jam that side. Okay, tomorrow also I found, okay, let me find some other place. We always take some past history and try to correlate and try to come up. So why can't we do the same thing through machines, right? So if you can teach the machine, come on, you do that. I will give you the data. Okay, every day 9 o'clock this path is going to be a traffic. After that it will be free here. You use that. That's how your Google traffic jam, everything it will show you, right? So the data you provide, machine will do the analysis and do that. This is what exactly AI is expected to do. Mimicking the human capabilities. AI സാങ്കേതിക വിദ്യയെ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പരിചിതമാക്കാനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കോവിഡ് കാലത്ത് ഓഫീസുകൾ അടച്ചിട്ട് വർക്ക് ഫ്രം ഹോം എന്നതിലേക്ക് മാറേണ്ടി വന്നു. പരിചിതമല്ലാത്ത ഓഫീസ് സിസ്റ്റത്തെ നിമിഷം കൊണ്ട് സ്വീകരിച്ചു. വിദൂരത്ത് നിന്ന് പോലും ഓഫീസുകളും ബഹിരാകാശ നിലയങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയ്ക്കും ഏറെ മുകളിലാണ് AI. എന്തിന്റെയും ദോഷവശങ്ങൾ ആദ്യം കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രീതിക്ക് മാറ്റമുണ്ടാവണം. സാങ്കേതിക വിദ്യയോട് താല്പര്യമുള്ളവർക്ക് ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം കിട്ടാൻ കഴിയുന്ന വിധത്തിൽ AI ഉപയോഗപ്പെടുത്താനാവും. ഇന്ത്യയേക്കാൾ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾ മുന്നോട്ട് കുതിക്കുന്നത് AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയാണെന്നും ശേഷാദ്രി പറഞ്ഞു. ക്ലബ് ഡയറക്ടർ P. രാമചന്ദ്ര മേനോൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ലക്ഷ്മി, KP പ്രേംകുമാർ, സൂരജ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി.
പാലക്കാട് ധോണി ആനത്താവളത്തിലെ അഗസ്ത്യനെ നേരെ കാട്ടാന ആക്രമണം. സോളാർ വേലി തകർത്ത് ക്യാമ്പിനകത്ത് കയറിയ ഒറ്റയാൻ അഗസ്ത്യനെ കുത്തിവീഴ്ത്തി. അഗസ്ത്യന്റെ ചെവിയോട് ചേർന്ന് സാരമായി പരുക്കേറ്റു. ഒരാഴ്ചക്കിടെ 3 തവണയാണ് ഒറ്റയാൻ ധോണി ക്യാമ്പിനുള്ളിൽ കയറിയത്. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ധോണി ക്യാമ്പിലുള്ള PT-7 മറ്റൊരിടത്തേക്ക് മാറ്റി തളച്ചു. മതപ്പാടുള്ള ഒറ്റയാനാണ് ആക്രമണം നടത്തുന്നതെന്നും പ്രതിരോധം തീർത്തിട്ടുണ്ടെന്നും വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. ബാബരി ഗ്യാൻവാപ്പി ഷാഹി മസ്ജിദ് സംഘപരിവാർ പദ്ധതികൾക്ക് കോടതികൾ കൂട്ടുനിൽക്കരുതെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പാലക്കാട് മുനിസിപ്പൽ കമ്മിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം ജില്ലാ വൈസ് പ്രസിഡന്റ് M. സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ആരാധനാലയ നിയമത്തിന്റെ സംരക്ഷണത്തിനായി രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളും രംഗത്തിറങ്ങണമെന്നും നീതിക്ക് വേണ്ടി ജനങ്ങൾ ആശ്രയിക്കുന്ന കോടതികൾ തന്നെ നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഗിരീഷ് നൊച്ചുള്ളി, മണ്ഡലം സെക്രട്ടറി നൂറുൽ ഹസൻ, മുനിസിപ്പൽ കമ്മിറ്റി അംഗം PM ഹാരിസ് തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് M. ഫൈസൽ അധ്യക്ഷത വഹിച്ചു. P. അഫ്സൽ സ്വാഗതവും അബ്ദുൽ സലാം ഒലവക്കോട് നന്ദിയും പറഞ്ഞു. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഗൗരവമായി കണ്ട് സ്ത്രീകൾക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം ഗവൺമെന്റ് നടത്തണമെന്ന് പ്രമുഖ അഭിനേത്രിയും പ്രഭാഷകയുമായ ഗായത്രി വർഷ അഭിപ്രായപ്പെട്ടു. KSSPU പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ കേരളപ്രഭ പുരസ്കാരം ലഭിച്ച ജൈവ കൃഷി വിദഗ്ധ P. ഭുവനേശ്വരി അമ്മ, മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന പുസ്തകത്തിന് അവാർഡ് ലഭിച്ച KC നാരായണൻ എന്നിവരെ യോഗം പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജില്ലാ വനിതാ കൺവീനർ K. രേണുകാദേവി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിജയകുമാരി സ്വാഗതവും V. ഓമന നന്ദിയും പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M. രാമകൃഷ്ണൻ, K. രാധാദേവി എന്നിവർ സംസാരിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ ആം ആദ്മി പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തകർ വൈദ്യുതി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ദിവാകരൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് T. വേണുഗോപാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ നേതാക്കളായ ഉഷാകുമാരി, നൌഷാദ് ജോഷി, ജോർജ് ജനാർദ്ദനൻ, പുഷ്പ മോഹൻദാസ്, രാധാകൃഷ്ണൻ, ഷൌക്കത്ത് അലി ഉൾപ്പെടെ പ്രവർത്തകർ സംസാരിച്ചു. മുനീർ കാശാമുക്ക് നന്ദി പറഞ്ഞു. പാർശ്വഫലങ്ങളില്ലാതെ ഔഷധരഹിത ചികിത്സകളിൽ അമ്മമാർക്ക് പരിശീലനം നൽകുകയും മരുന്നുകളുടെ ദുരുപയോഗം കുറയ്ക്കുകയും ചെയ്യണമെന്ന് മുംബൈ ജഗ്ഭവാൻ അക്യുപ്രഷർ സർവീസ് ഇന്റർനാഷണൽ ആചാര്യ ജോർജ് ജേക്കബ് അഭിപ്രായപ്പെട്ടു. ചൈന, അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ പോലും ഔഷധരഹിത ചികിത്സാ രീതികളായ അക്യുപ്രഷറിനും അക്യുപഞ്ചിങ്ങിനും പ്രാധാന്യം നൽകി ജനകീയമായി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ സംഘടിപ്പിച്ച കേരളത്തിലെ പ്രമുഖ എനർജി ഹീലർ ആയിരുന്ന അശോക് കുമാറിന്റെ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവോദയ കേന്ദ്രം ഡയറക്ടർ പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായ യോഗത്തിൽ പ്രമുഖ അക്യുപ്രഷർ ചികിത്സകൻ സാം എബ്രഹാം ഓമല്ലൂർ ഊർജ്ജ ചികിത്സയുടെ ജനകീയവൽക്കരണം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഓയിസ്ക ജില്ലാ സെക്രട്ടറി K. സോമശേഖരൻ, പ്രമുഖ എനർജി ഹീലർ C. ദേവരാജൻ, വൈദ്യ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മാനാർജി, രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് സാബു, PM ലതാബ്, അശോക് കുമാർ, EV കോമളം, ജയകുമാർ M തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ യോഗത്തെ തുടർന്ന് അക്യുപ്രഷർ ചികിത്സാ ക്യാമ്പ് നടത്തി. അന്താരാഷ്ട്ര മണ്ണ് ദിനത്തിൽ പുതിയ നെൽവിത്തിനങ്ങളുടെ പരീക്ഷണവുമായി എലപ്പുള്ളി കൃഷിഭവൻ. ഹരിതവനി കൃഷിക്കൂട്ടത്തിലെ കർഷകനും കൃഷിക്കൂട്ടം പ്രസിഡന്റുമായ റിട്ടയർഡ് ASI ചിന്താമരയുടെ കൃഷിയിടത്താണ് പുതിയ പരീക്ഷണ കൃഷി നടത്തിയത്. തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത DRR ദാൻ 65 എന്ന വിത്ത് സംസ്ഥാനത്ത് ആദ്യമായാണ് പരീക്ഷണ കൃഷി നടത്തുന്നത്. കീടരോഗങ്ങളോട് ഉയർന്ന സഹിഷ്ണുത പുലർത്തുന്നതാണ് പ്രസ്തുത ഇനം. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ജലസേചന രീതിക്കും ഏറെ അനുകൂലമായി കൃഷി ചെയ്യാവുന്ന ഇനമാണ് ഇത്. സെൻസലൂട്ടോ എന്ന ഏറ്റവും ആധുനികമായ മണ്ണ് പരിശോധനാ യന്ത്രത്തിന്റെ സഹായത്തിൽ ലഭിക്കുന്ന മണ്ണ് പരിശോധനാ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തുടർ കൃഷി. കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച കൃഷിശാസ്ത്രജ്ഞൻ R. ഇളങ്കോവലിന്റെ സഹായ നിർദ്ദേശങ്ങളോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ ഇനം നെൽവിത്തുകളുടെ പരീക്ഷണ കൃഷിരീതിയിലൂടെ മൾട്ടിപ്പിൾ സ്ട്രെസ് ടോളറൻസ് ഉള്ളതും പ്രദേശത്തിന് അനുയോജ്യമായ വിത്തിനങ്ങൾ കർഷകരിൽ എത്തിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് എലപ്പുള്ളി കൃഷി ഓഫീസർ BS വിനോദ് കുമാർ പറഞ്ഞു. കാലപ്പെട്ടി തുടങ്ങി ആന്ധ്ര, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ച നെൽവിത്തുകളുടെ പരീക്ഷണ കൃഷിയും നടത്തി.
നടീൽ ഉത്സവം എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഹരിതവനി കൃഷിക്കൂട്ടം പ്രസിഡന്റ് റിട്ടയർഡ് ASI വി ചെന്താമര ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷ KV പുണ്യകുമാരി, ഓയിസ്ക സൗത്ത് ഇന്ത്യ യൂത്ത് ഫോറം ഡയറക്ടർ ഡോക്ടർ N ശുദ്ധോധനൻ, വി മണി, ജയനിവാസ്, പൊന്നു, കുട്ടൻ, S കേശവദാസ് എന്നിവർ സംസാരിച്ചു. ചുറ്റുവട്ടത്ത് മറഞ്ഞുകിടക്കുന്ന ആയുർവേദ ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയുന്നതിനായി ആയുർവേദ ഔഷധ സസ്യ പ്രദർശനം എലപ്പുള്ളി തേനാരി ഗ്ലോറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടത്തി. വിദ്യാർത്ഥികൾ ശേഖരിച്ച ഔഷധ സസ്യങ്ങൾ വിദ്യാലയത്തിൽ പ്രദർശിപ്പിച്ചു. ഓരോ ചെടികളുടെയും ഔഷധ ഗുണങ്ങളും രോഗപ്രതിരോധ ഉപയോഗവും കുട്ടികൾ വിശദീകരിച്ചു. നിറവള്ളി, കാട്ടുതൃക്കാവ്, ചെറുള്ള, ബ്രഹ്മി, കല്ലുരുക്കി, കാട്ടുവെങ്കായം, പനിക്കൂർക്ക, കാട്ടുകുറുന്തോട്ടി തുടങ്ങിയ 62-ൽ പരം ഔഷധ സസ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ശേഖരിച്ചത്. വിദ്യാർത്ഥികൾക്ക് ആയുർവേദ ഔഷധ ചെടികളെ പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് പ്രദർശനം നടത്തിയതെന്ന് അധ്യാപിക T അഞ്ജു പറഞ്ഞു. ഇന്നിവിടെ നമ്മൾ ഒരു ആയുർവേദിക് മെഡിസിനൽ ഫെസ്റ്റാണ് നടത്തിയിരിക്കുന്നത്. ഇതിനായി നമ്മൾ 60-ലേറെ ആയുർവേദിക് മെഡിസിൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ MB ജൈത്രി, D ശ്രുതി ബാലു എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.